ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൺ ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരിമുറുക്കാണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് മുറുക്ക് തയ്യാറാക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് 1 കപ്പ് വറുത്ത് പൊടിച്ച ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്ന് നന്നായി വറുത്ത ശേഷം അത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി, അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇതിന് ആവശ്യത്തിന് കളറ് കിട്ടാനാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരല്പം കൂടുതൽ ചേർക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. അടുത്തതായി ഇതിലേക്ക് 1 നുള്ള കായം കൂടി ചേർക്കുക. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച ശേഷം നമ്മളിത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കിടെ ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കുഴയ്ക്കുക. ആദ്യം ഞാനൊരു സ്പൂൺ കൊണ്ടാണ് ഇത് കുഴയ്ക്കുന്നത്. അതിനുശേഷം കൈകൊണ്ട് കുഴയ്ക്കാം. ഇനി ആ ചെറു ചൂടുള്ളപ്പോൾ തന്നെ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി സേവനാഴിയിൽ സ്റ്റാറിൻ്റെ അച്ചു വെച്ചാണ് നമ്മൾ മുറുക്ക് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് മാവ് ഫില്ല് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടത്. ഇതിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഇതേ പ്രോസസ്സ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇനി നമുക്കിത് ചൂടെണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കി മാവും ഇതുപോലെ തന്നെ പിഴിഞ്ഞ് വറുത്തെടുക്കുക. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നല്ല ക്രിസ്പി അരിമുറുക്ക്
വീട്ടിൽ തന്നെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഉടൻ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.